അടുത്ത സമയത്തായിട്ട് വളരെ ശക്തമായ വർഗീയ തീക്കാറ്റ് ഇന്ത്യയിൽ വീശിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏത് കാര്യത്തിനെയും വർഗീയമായി കാണുന്ന ഒരു പ്രതിപക്ഷമായി കോൺഗ്രസ് അധപ്പതിച്ചു. ഇപ്പോൾ ദേശീയ പൗരത്വ നിയമത്തിൽ ആർക്കും പൗരത്വം നിഷേധിക്കണമെന്ന് പറയുന്നില്ല. മറ്റ് സ്ഥലത്തു നിന്ന് വരുന്ന മറ്റ് രാജ്യത്തു നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരുന്ന ആൾക്ക് പൗരത്വം കൊടുക്കുന്നതിനെ കുറിച്ചല്ലേ പറയുന്നുള്ളൂ. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ പൗരത്വം നിഷേധിച്ചോ അല്ലെങ്കിൽ നിരോധിച്ചോ ഒന്നും ചെയ്തില്ലല്ലോ. അതിൻ്റെ പേരിലുണ്ടായ ഒരു ബഹളം. ഇപ്പോഴേ വഖഫിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന വിഷയം, ഏകീകൃത സിവിൽ കോഡിൻ്റെ പേരിലുണ്ടാക്കുന്ന വിഷയം, ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിങ്ങളെ ഒരു ഭാഗത്ത് നിർത്തി അവരുടെ സംഘടിത വോട്ട് നേടിയെടുക്കാനുള്ള ശ്രമം വളരെ ബോധപൂർവം പ്രതിപക്ഷ കക്ഷികൾ നടക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ കുന്തമനെ തിരിച്ചു വെച്ചിരിക്കുന്നത് RSSനെതിരായിട്ടാണ്. ലോക്സഭയിലെ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പം നാഴികയ്ക്ക് 40 വട്ടം RSS എന്ന് പറയും. 1971 അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി സപ്പോർട്ട് ചെയ്ത പാർട്ടിയാണ് RSS. ഇന്ദിരാവാസം നടന്നു കഴിഞ്ഞപ്പോൾ സ്ട്രോങ് ആയിട്ട് രാജീവ് ഗാന്ധിയെ കൊണ്ടുവരാൻ ശ്രമിച്ചത് RSS ആണ്. കാരണം രാജ്യം ഛിന്ന ഭിന്നമായി പോകരുത്, സിഖ് തീവ്രവാദം ശക്തമാകുന്നു. അപ്പോൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു. ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ്റെ അമ്മയും രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മയും സഹായം സ്വീകരിച്ചുള്ള സംഘടനയാണ് ഈ RSS. അതിനെക്കുറിച്ച് ആ മനുഷ്യന് ബോധമൊന്നുമില്ല. എല്ലാ ആരാധനാലയങ്ങളുടെ പിന്നിൽ ഇത് തിരക്കി പോകണ്ട എന്ന് മോഹൻ ഭഗവത് പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നതിൻ്റെ കാരണം, അനാവശ്യമായ ആരാധനാലയം, ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യൻ മരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മനുഷ്യനെ ദൈവത്തിൻ്റെ പേര് ജീവിച്ചു, എന്തിനാ ദൈവത്തിൻ്റെ പേര് മരിക്കാൻ പോകുന്നത് എന്തിനാ?